ജൂറിസ്പ്രുഡൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ ആണ് പറയുന്നത്. ജൂറിസ്പ്രുഡൻസിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ. ഓരോ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോഴും ആ സബ്ജക്റ്റിലെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇവിടെ ലോ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് ഇന്ന് നമ്മൾ പറയും. അപ്പോൾ വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ എന്ന ചോദ്യം വന്നാൽ എന്താണ് ലോയുടെ ക്ലാസിഫിക്കേഷൻ? വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ? Classification of law is a systematic arrangement and categorization. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റും അതുപോലെ തന്നെ കാറ്റഗറൈസേഷൻ, ഓരോ തരത്തിലുള്ള ലോകളെ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്യും. വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? Classification of law is a systematic arrangement and categorization of various legal principles, rules and areas of law. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രിൻസിപ്പിളുകളും ലീഗൽ പ്രിൻസിപ്പിളുകളും റൂളുകളും ഏരിയകളും സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ എന്ന് പറയുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ ഈസ് എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആൻഡ് കാറ്റഗറൈസേഷൻ ഓഫ് വേരിയസ് ലീഗൽ പ്രിൻസിപ്പിൾസ്, റൂൾസ് ആൻഡ് ഏരിയാസ് ഓഫ് ലോ ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ, പർപ്പസ് ആൻഡ് സ്കോപ്പ്. ഓരോ നേച്ചറിന്റെയും, ലോയുടെ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ സ്കോപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലീഗൽ പ്രിൻസിപ്പിളുകളും റൂൾസുകളും അതുപോലെ ഏരിയാസ് ഓഫ് ലീഗൽ പ്രിൻസിപ്പിൾസുകളും സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുകയോ കാറ്റഗറൈസ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ എന്ന് പറയും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ലോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് categorization of various legal principles, rules and areas of law based on their nature, purpose and scope. അടുത്തതായി the purpose of classification of law. Classification of law യുടെ purpose എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി the purpose of classification of law, എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഒരു ലോ ക്ലാസിഫൈ ചെയ്യുന്നത്? which are the purpose അല്ലെങ്കിൽ what is the purpose of classification of law? The purpose of classification of law is to bring order and clarity to the intricate web of legal principles and regulations. അപ്പോൾ ഇതിനു വേണ്ടിയാണ് to bring order and clarity, ഓർഡറും ക്ലാരിറ്റിയും കൊണ്ടുവരുന്നതിന് വേണ്ടി. To bring order and clarity to the എവിടെയാണ് to the intricate web of legal principles. ഈ web of legal principles, ഈ നിയമങ്ങളുടെ വ്യത്യസ്തങ്ങളായ തത്വങ്ങളുടെ ആ വലയിൽ കൃത്യമായ ഓർഡറുകളും ക്ലാരിറ്റിയും ഉണ്ടാക്കുക, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ നിയമത്തിന്റെ റെഗുലേഷൻ ആകുന്ന കുരുക്കുകളിൽ നിന്നും അതിനെ ഒരു ഓർഡറിലേക്കും ക്ലാരിറ്റിയിലേക്കും കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ what is the purpose of classification of law എന്ന് ചോദിച്ചാൽ the purpose of classification of law is to bring order and clarity, to bring order and clarity to the intricate web of legal principles and regulations. ഇതാണ് the purpose of classification of law. എങ്ങനെയാണ് പറയാ? The purpose of classification of law is to bring order and clarity to the intricate web of legal principles and regulations. അടുത്തതായി ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. എത്ര തരം ലോ ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ ലോയെ എത്രയായി തരം തിരിച്ചിട്ടുണ്ട്, എത്രയായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായി 6 തരത്തിലാണ് ലോയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 1 പബ്ലിക് ലോ, 2 പ്രൈവറ്റ് ലോ, 3 സബ്സ്റ്റാൻറ്റീവ് ലോ, 4 പ്രൊസീജിയറൽ ലോ, 5 നാഷണൽ ലോ, 6 ഇന്റർനാഷണൽ ലോ. അപ്പോ പബ്ലിക് ലോ, there are 5 types of ക്ലാസിഫിക്കേഷൻ ഓഫ് ലോ, അല്ലെങ്കിൽ there are 5 types of law. ഏതൊക്കെയാണ്? 1 പബ്ലിക് ലോ, 2 പ്രൈവറ്റ് ലോ, 3 സബ്സ്റ്റാൻറ്റീവ് ലോ, അടുത്തത് പ്രൊസീജിയറൽ ലോ, അടുത്തത് നാഷണൽ ലോ, ലാസ്റ്റ് വൺ ഇന്റർനാഷണൽ ലോ. ഇത് പബ്ലിക് ലോ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു 2. ഏതൊക്കെയാണത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? The law is generally classified into 6.
ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് ലോ. പബ്ലിക് ലോ ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻടു ടു. ഏതൊക്കെ? കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയും അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അടുത്തത് പ്രൈവറ്റ് ലോ ആണ്. സെക്കൻഡ് വൺ ജനറൽ ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തത് പ്രൈവറ്റ് ലോ ആണ്. പ്രൈവറ്റ് ലോ ഈസ് ആൾസോ ഡിവൈഡ് ഇൻടു ടു. ഏതൊക്കെ? കോൺട്രാക്ട് ലോയും പിന്നെ ടോർട്ട് ലോയും. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തമ്മിലുണ്ടാകുന്ന അല്ലെങ്കിൽ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ടോർട്ട് എന്ന് പറഞ്ഞാൽ സിവിൽ റോങ്ങിനെയാണ് ടോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ സിവിൽ റോങ്ങുമായി ബന്ധപ്പെട്ട ലോ. അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രൈവറ്റ് ലോ ഉണ്ട്. പ്രൈവറ്റ് ലോ ഈസ് ഡിവൈഡ് ഇൻടു ടു. ഏതൊക്കെ? കോൺട്രാക്ട് ലോ ആൻഡ് ടോർട്ട് ലോ. അടുത്തത് സബ്സ്റ്റാൻറ്റീവ് ലോ. സബ്സ്റ്റാൻറ്റീവ് ലോയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡെഫിനിഷനെ കുറിച്ച് പറയുന്നു. അതിനകത്ത് കുറെ കാര്യങ്ങൾ ആ ലോയിൽ പറഞ്ഞിരിക്കുന്ന കുറെ വസ്തുക്കളുടെ അല്ലെങ്കിൽ കുറെ ടേമുകളുടെ ഡെഫിനിഷൻസ് ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, പെനാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് ശിക്ഷ കൊടുക്കണം, ഇതൊക്കെ പറയുന്നതാണ് സബ്സ്റ്റാൻറ്റീവ് ലോ. അപ്പോ ഡെഫിനിഷൻ, റൈറ്റ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇവയെല്ലാം പറയുന്നതാണ് സബ്സ്റ്റാൻറ്റീവ് ലോ. അത് കഴിഞ്ഞാൽ അടുത്തത് പ്രൊസീജിയറൽ ലോ ആണ്. എങ്ങനെയാണ് ഈ സബ്സ്റ്റാൻറ്റീവ് ലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രൊസീജിയർ വഴി ഏത് നടപടിക്രമങ്ങളിലൂടെയാണ് എങ്ങനെയാണ് അത് സാധിച്ചെടുക്കാൻ കഴിയുക? നമ്മളൊരു ഇൻഫ്രിഞ്ച് ചെയ്യപ്പെട്ട ഒരാളാണെങ്കിൽ, നമ്മളൊരു ഇരയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് സാധിച്ചെടുക്കാൻ, ഈ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ച് നമുക്ക് നീതി ലഭിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ നടപടിക്രമങ്ങൾ പറയുന്നതാണ് പ്രൊസീജിയറൽ ലോ. അപ്പൊ പ്രൊസീജിയറൽ ലോ നാലാമത്താണ്. നാഷണൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു രാജ്യത്തിനുള്ളിലെ നിയമങ്ങളെയാണ് നാഷണൽ ലോ എന്ന് പറയും. നാഷണൽ ലോ നമ്മൾ മറ്റൊരു പേര് കൂടി വിളിക്കാറുണ്ട്, അതിനെ മുനിസിപ്പൽ ലോ എന്നാണ്. നാഷണൽ ലോ ഈസ് ഫർദർ കോൾഡ് മുനിസിപ്പൽ ലോ. ലാസ്റ്റ് വൺ ഇന്റർനാഷണൽ ലോ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസ്, അവരുടെ ബിസിനസ്സുകൾ, അവരുടെ ഇടപാടുകൾ അല്ലെങ്കിൽ അവരുടെ റിലേഷൻസുകൾ അവയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഈ ഇന്റർനാഷണൽ ലോ. ഇന്റർനാഷണൽ ലോ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു ടു. എന്തൊക്കെ? പബ്ലിക് ഇന്റർനാഷണൽ ലോയും പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോയും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ജനറലി 6: പബ്ലിക് ലോ, പ്രൈവറ്റ് ലോ, സബ്സ്റ്റാൻറ്റീവ് ലോ, പ്രൊസീജിയറൽ ലോ, നാഷണൽ ലോ ആൻഡ് ഇന്റർനാഷണൽ ലോ. പ്രൈവറ്റ് ലോയെ രണ്ടായി തിരിക്കാം, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. പ്രൈവറ്റ് ലോയെ രണ്ടായി തിരിക്കാം, കോൺട്രാക്ട് ലോ, ടോർട്ട് ലോ. സബ്സ്റ്റാൻറ്റീവ് ലോ പിന്നെ പ്രൊസീജിയറൽ ലോ, നാഷണൽ ലോ ആൻഡ് ഇന്റർനാഷണൽ ലോ. ഇന്റർനാഷണൽ ലോ ഈസ് ഫർദർ ഡിവൈഡഡ് ടു എന്ത്? പബ്ലിക് ഇന്റർനാഷണൽ ലോ ആൻഡ് പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോ. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഫർദർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഒന്നാമത്തത് പബ്ലിക് ലോയാണ്. എന്താണ് പബ്ലിക് ലോ എന്ന് പറഞ്ഞാൽ? ലോ റിലേറ്റിംഗ് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ. വ്യക്തികളും ഗവൺമെന്റും തമ്മിലുള്ള റിലേഷൻ സംബന്ധമായ നിയമത്തെയാണ് പബ്ലിക് ലോ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ ഗവൺമെന്റ് ആയിരിക്കും, ഒരു സൈഡിൽ ഇൻഡിവിജ്വൽ. ചിലപ്പോൾ ഗവൺമെന്റുകൾ തമ്മിലായിരിക്കും. അപ്പോ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ ഗവൺമെന്റ്, ലോക്കൽ ബോഡീസ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൈഡിൽ എന്തായാലും ഗവൺമെന്റ് ആയിരിക്കും, ഉറപ്പാണ്. അപ്പോ പബ്ലിക് ലോസ് എന്ന് പറഞ്ഞാൽ ലോ റിലേറ്റിംഗ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ? ഗവൺമെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ. അതിനെയാണ് പബ്ലിക് ലോ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പബ്ലിക് ലോ? ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഒരു പബ്ലിക് ലോ ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഒരു പബ്ലിക് ലോ ആണ്, പിന്നെ ക്രിമിനൽ ലോ ഒരു പബ്ലിക് ലോ ആണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറഞ്ഞാൽ? ദ ലോ റിലേറ്റിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ഗവൺമെന്റ്. ഒരു ഗവൺമെന്റ് എങ്ങനെ ഇരിക്കണം, ദ നേച്ചർ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ഹൗ ദ ഗവൺമെന്റ് ഈസ് സ്ട്രക്ചേർഡ്, അതിന്റെ ഘടന എങ്ങനെയാണ്, അത് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ? ദ ലോ റിലേറ്റിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ഹൗ ദ ഗവൺമെന്റ് ഈസ് സ്ട്രക്ചേർഡ് ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. ഇതിന്റെ എക്സാം പബ്ലിക് ലോ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ? ദ ലോ റിലേറ്റിംഗ് ടു ദ ക്രിയേഷൻ ഓഫ് പബ്ലിക് റെഗുലേറ്ററി ഏജൻസീസ്. പബ്ലിക് റെഗുലേറ്ററി ഏജൻസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ? ദ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ദ ലോ റിലേറ്റിംഗ് ടു ദ ക്രിയേഷൻ ഓഫ് പബ്ലിക് റെഗുലേറ്ററി ഏജൻസീസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ക്രിമിനൽ ലോ ആണ്. എന്താണ് ക്രിമിനൽ ലോ? Criminal law. What is criminal law? The criminal law is law relating to the how the criminal offense regulate. എങ്ങനെയാണ് ഈ ക്രിമിനൽ ഒഫൻസുകളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഹൗ ക്രൈംസ് ആർ റെക്കഗ്നൈസ്ഡ്, എസ്റ്റാബ്ലിഷ്ഡ്,
charges and trials for and finally set out the punishment ആർക്കെതിരെയാണ് are applied to the convicted offenders. കൺവിക്റ്റഡ് ഒഫൻഡേഴ്സിന്റെ പുറത്ത് എന്ത് ചെയ്യുക, അവരുടെ ക്രൈമുകളെ റെക്കഗ്നൈസ് ചെയ്യുക, പിന്നെന്താ എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ ചാർജ് ചെയ്യുക, പിന്നെ ട്രയൽ നടത്തുക, അവസാനം സെറ്റ് ഔട്ട് ദ പണിഷ്മെന്റ്. ആരെ? കൺവിക്റ്റഡ് ഒഫൻസ്. ഇതിനാണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. What is criminal law? Criminal law is a law relating to the how criminal offense regulate. എങ്ങനെയാണ് ക്രിമിനൽ ഒഫൻസുകൾ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, മാത്രമല്ല ഹൗ ക്രൈംസ് ആർ റെക്കഗ്നൈസ്ഡ്, എസ്റ്റാബ്ലിഷ്ഡ്, ചാർജസ് ആൻഡ് ട്രയൽസ് ആർ ആൻഡ് ഫൈനലി സെറ്റ് ഔട്ട് the punishment are applied to the convicted offenders. ഇതാണ് പ്രധാനപ്പെട്ട പബ്ലിക് ലോ. അപ്പോൾ പബ്ലിക് ലോ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും ഇൻഡിവിജ്വലും തമ്മിൽ ബന്ധപ്പെട്ട നിയമങ്ങളെയാണ്, റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗവൺമെന്റ്. അതിന്റെ 3 എക്സാമ്പിൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ, അവസാനം ക്രിമിനൽ ലോ. അടുത്തത് പ്രൈവറ്റ് ലോ ആണ്. പ്രൈവറ്റ് ലോ എന്താണ്? വാട്ട് ഈസ് പ്രൈവറ്റ് ലോ? The law deals with ലീഗൽ റിലേഷൻഷിപ്പ് ആൻഡ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. രണ്ട് വ്യക്തികൾ, രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, ലീഗൽ ഡിസ്പ്യൂട്ടുകൾ, ലീഗൽ റിലേഷൻഷിപ്പുകൾ, ഇവ സംബന്ധിക്കുന്ന നിയമത്തെയാണ് പ്രൈവറ്റ് ലോ എന്ന് പറയുക. അത് എന്തല്ല, ഒരു പബ്ലിക് കൺസേണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് പറഞ്ഞത് ലോ ഡീൽസ് വിത്ത് ലീഗൽ റിലേഷൻഷിപ്പ് ആൻഡ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻ ഓർ എൻറ്റിറ്റീസ് ദാറ്റ് ആർ നോട്ട് ഓഫ് സിഗ്നിഫിക്കന്റ് പബ്ലിക് കൺസേൺസ്. ഇതിനെയാണ് പ്രൈവറ്റ് ലോ എന്ന് പറയുന്നത്. വാട്ട് ഈസ് പ്രൈവറ്റ് ലോ? പ്രൈവറ്റ് ലോ ഈസ് എ ലോ ഡീൽസ് വിത്ത് ലീഗൽ റിലേഷൻഷിപ്പ് ആൻഡ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, organization or entities that are not of significant public concerns.